ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു കിടിലൻ ട്രാവലിംഗ് ബ്ലോഗാണ്. ക്രിസ്മസ് ഒക്കെ അല്ലേ, അപ്പൊ നാട്ടിലൊന്ന് പോവാന്ന് വിചാരിച്ചു. അതിന്റെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തിരുവനന്തപുരത്ത് നിന്നും മലപ്പുറത്തേക്കുള്ള ഒരു യാത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തുടർന്ന് വരുന്ന ബെല്ലൈക്കണും അതിനുശേഷം വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് സെലക്ട് ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. ഉച്ചക്ക് 1 മണിക്കാണ് കേട്ടോ ഞങ്ങള് യാത്ര തുടങ്ങിയത്. സാധാരണ ഞങ്ങൾ പോവാറുള്ളപ്പോഴൊക്കെ പുലർച്ചെ ഇറങ്ങാറുണ്ടായിരുന്നു. അപ്പൊ വൈകുന്നേരം ആകുമ്പോഴേക്കിന് നാട്ടിലെത്തുമായിരുന്നു. ഇനിയിപ്പോ ഞങ്ങള് എത്തല് ഒരുപാട് ലേറ്റ് ആയിട്ടായിരിക്കും എത്തുക, അതായത് ഒരുപാട് രാത്രി ആയിട്ടായിരിക്കും എത്തലുണ്ടാവുക. ഇത്രയും ലേറ്റ് ആയിട്ട് ഇറങ്ങാനുള്ള കാരണം ഞങ്ങള് ഒട്ടും പ്ലാനിങ് ഇല്ലാതെ പെട്ടെന്ന് തീരുമാനിച്ച ഒരു യാത്രയാണ്, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞങ്ങള് പുലർച്ചെ തന്നെ ഇറങ്ങുമായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് ഇറങ്ങിക്കാണ്. ഈ ഹോട്ടലിലാണ് ഞങ്ങൾ ലഞ്ച് കഴിക്കാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോഴേക്കിന് സമയം 3 മണി ആയിട്ടുണ്ടായിരുന്നു. പെട്ടെന്നുള്ള യാത്ര ആയതുകൊണ്ട് തന്നെ ഞങ്ങള് കാര്യമായിട്ട് ഫുഡൊന്നും വീട്ടിൽ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. കുറെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ പോകുന്ന വഴിക്കാവട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പൊ സമയം 3 മണി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങള് ഓർഡർ ചെയ്തത് ചിക്കൻ കുഴിമന്തി ആയിരുന്നു. ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു, വളരെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഒരു 5:30 ആയപ്പോക്കിന് ഞങ്ങള് ഒരു വഴിയോരത്ത് ഇളനീർ കുടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഒന്ന് നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോ അതും കഴിഞ്ഞ് ഞങ്ങള് വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പോക്കിന് ഏകദേശം 6 മണിയോടടുത്ത് സമയമായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഏകദേശം 7 മണിയോളം ടൈം ആയിട്ടുണ്ട്. ഞങ്ങള് എറണാകുളത്ത് എത്തിയിട്ടുണ്ട്. കറക്റ്റ് പ്ലേസ് എന്ന് പറഞ്ഞാല് ഇത് എടപ്പള്ളി പാലത്തുമേലാണ് ഇപ്പൊ ഉള്ളത്. നമ്മുടെ എടപ്പള്ളിയിലെ ചെരിഞ്ഞ ബിൽഡിംഗ് എന്നൊക്കെ പറയില്ല, ആ ബിൽഡിംഗ് ആണ് നിങ്ങളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഞങ്ങള് കറക്റ്റ് മെട്രോയുടെ താഴെ എത്തിയിട്ടുണ്ട്. കണ്ടോ, മുകളിലൂടെ മെട്രോ പോകുന്നത്. ഇനി ഞങ്ങള് ലുലു മാളിലേക്ക് കയറാൻ പോവാണ്. കുറച്ച് ഷോപ്പിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ലുലുവിന്റെ അവിടെ എത്തിയപ്പോഴേക്കിന് റോഡ് ഭയങ്കര റഷായി, നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ലുലുവിന്റെ പാർക്കിങ്ങിൽ തന്നെ ഞങ്ങൾക്ക് എത്തിപ്പെടാനും വേണ്ടിയിട്ട് 1/2 മണിക്കൂറോളം ടൈം എടുത്തു. ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ബ്ലോക്ക് ഉണ്ട്. ഒരുപാട് വണ്ടികളുണ്ട് ലുലുവിന്റെ അകത്തേക്ക് കയറാന്. അതുകൊണ്ട് പാർക്കിങ്ങിൽ എത്തിച്ചേരാൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടി. ഇതായി കാണുന്ന വണ്ടികളൊക്കെ ലുലുവിന്റെ അകത്തേക്ക് കയറാനാണ്. കൂടാതെ ഞങ്ങളുടെ വണ്ടിയുടെ പുറകിലും ഉണ്ടായിരുന്നു ഒരുപാട് ക്യൂ.
അങ്ങനെ ഇപ്പൊ ഞങ്ങള് പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. ഇനി ലുലുവിന്റെ അകത്തേക്ക് പോവാണ്. കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നാട്ടിലേക്ക് കൊണ്ടുപോവാനായിട്ട്. വഴിന്ന് പോകുമ്പോഴോ ഇപ്പൊ ഞങ്ങള് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങള് പാർക്കിങ്ങിലേക്ക് പോവാണ്. പാർക്കിങ്ങിൽ എത്തിയപ്പോ ഞങ്ങളുടെ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലം കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടി. അത്രയ്ക്കും ഉണ്ട് ഇവിടെ പാർക്കിങ്. ഞങ്ങൾ ഓൾറെഡി ഞങ്ങൾ പാർക്ക് ചെയ്ത സ്ഥലത്തിന്റെ നമ്പർ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ആ നമ്പർ തപ്പി കുറച്ച് നടക്കേണ്ടി വന്നു. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല. ലഗേജും കാര്യങ്ങളും കൊണ്ട് വണ്ടിയുടെ ഡിക്കിയൊക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നു. ഇനി ഞങ്ങൾ ലുലുന്ന് പോവുകയാണ്. ഇപ്പൊ ഏകദേശം സമയം 10:30 ആയിട്ടുണ്ട്. ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇനി അടുത്തത് ഞങ്ങൾ പോണത് ഫുഡ് കഴിക്കാനാണ്. നല്ലൊരു ഹോട്ടല് തപ്പിയിട്ട് പോവാണ്. പോണ വഴി തന്നെ എവിടെങ്കിലും കാണുമ്പോ കയറാന്നുള്ളതിലാണ് ഇപ്പൊ ഞങ്ങൾ പോകുന്നത്. തൃശ്ശൂർ എത്തിയപ്പോക്കിനാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയത്. അപ്പോക്കിന് ഏകദേശം എല്ലാ കടകളും ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചപ്പാത്തിയും പനീർ ബട്ടർ മസാലയും ആണ് കഴിച്ചത്. ഞങ്ങളും കുറച്ച് കസ്റ്റമേഴ്സും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളത് കഴിഞ്ഞപ്പോക്കിന് കട ഏകദേശം ക്ലോസ് ചെയ്യാറായിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടരുകയാണ്. അങ്ങനെ ഇപ്പൊ ഞങ്ങള് വീട്ടിലെത്തിയിട്ടുണ്ട്. സമയം ഏകദേശം 1 മണി ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ചാനൽ ഇതുവരേക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, തുടർന്ന് വരുന്ന ബെല്ലൈക്കണും അതിനുശേഷം വരുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഈ ചാനലിലെ പുതിയ അപ്ഡേഷനുകൾ ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പൊ ഇനി നമുക്ക് നാട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ട് പുതിയ വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.